നമസ്കാരം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രവാചകൻ്റെ കൽപ്പന പ്രകാരം അറേബ്യൻ ഉപദ്വീപിലുള്ള സകല മുസ്ലിങ്ങളും അവരെ ഇഷ്ടപ്പെടുന്നവരും സൈനിക സജ്ജീകരണങ്ങൾ നടത്തി. എവിടേക്കാണെന്ന് ചോദിച്ചിട്ടില്ല, എവിടേക്കാണെന്ന് പറഞ്ഞിട്ടുമില്ല. പ്രവാചകൻ പറഞ്ഞു, അത് കേൾക്കുന്നു. അതാണ് വിശ്വാസം, അതാണ് സ്നേഹം, അതാണ് ബഹുമാനം. അതെന്തുകൊണ്ടുണ്ടായി? അവരോടൊപ്പം ചേർന്ന്, തോളോടൊപ്പം ചേർന്നുകൊണ്ടാണ് പ്രവാചകൻ മുന്നേറാറുള്ളത്. വലിയ വലിയ യുദ്ധങ്ങൾക്ക് പ്രവാചകന് ഒപ്പം പോയിട്ടുണ്ട്. പ്രവാചകന് പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രവാചകൻ്റെ പല്ല് തകർന്നിട്ടുണ്ട്. അവരുടെ ഒപ്പം നിന്നിട്ടാണ്. ആയതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരുങ്ങാൻ പറഞ്ഞു, അവരൊരുങ്ങി. പ്രവാചകനും ഒരുങ്ങും. അങ്കിയും വാളും ധരിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ ഒപ്പം ഉണ്ടായിരിക്കും, കുതിരപ്പുറത്തേറിയിട്ട് എന്നവർക്കറിയാം. ആയതുകൊണ്ട് തന്നെ എവിടേക്കാണ്, എന്താണെന്ന് ചോദിക്കാതെ സൈനിക സജ്ജീകരണങ്ങൾ അവിടെ നടന്നു. അവസാന നിമിഷത്തിലാണ് മക്ക പദ്ധതിയെക്കുറിച്ച്, മക്ക വിജയത്തിനായിട്ട് മക്കയിലേക്കാണ് ഈ മാർച്ച്, മക്കയിലേക്കാണ് നമ്മുടെ സൈനിക മുന്നേറ്റം എന്ന കാര്യം പ്രവാചകൻ അവരെ അറിയിക്കുന്നത്. ഈ സൈനിക സജ്ജീകരണത്തിനിടയിൽ അന്ന് മദീനയിൽ മുസ്ലിമായിട്ടുള്ള അബ്ദുൽ മുത്തലിബ്, മുസ്ലിമായിട്ടുള്ള ഹാത്വിബ് ബിൻ അബൂബൽത്ത്, ഒരു അടിമപ്പെണ്ണ് വശം, അബ്ദുൽ മുത്തലിബ് ഗോത്രത്തിലെ അടിമപ്പെണ്ണിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തയച്ചു, സാറ എന്ന് പറഞ്ഞ അടിമപ്പെണ്ണിൻ്റെ കയ്യിൽ. പക്ഷെ ആ അടിമപ്പെണ്ണിന് ഈ കാര്യം പ്രവാചകൻ അറിയുകയും അടിമപ്പെണ്ണിനെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം ഹാത്വിബിനെ വിളിച്ചു. അങ്ങൊരു മുസ്ലിം അല്ലേ? അതെ. അങ്ങ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അങ്ങ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ട്. അങ്ങയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന മുസ്ലിങ്ങളെ ചതിക്കുന്നതിന് തുല്യമായിട്ടൊരു കാര്യമല്ലേ അങ്ങ് ചെയ്തത്? പ്രവാചകൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, ഹാത്വിബിനോട് നേരിട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ സമയത്തുള്ള ആവേഗം എന്താണെന്ന് പ്രവാചകൻ അദ്ദേഹം ബോധിപ്പിച്ചു. അള്ളാഹുവാണ് സത്യം. അള്ളാഹുവിനും അവൻ്റെ ദൂതനിലും, അതായത് അങ്ങേലുള്ള എൻ്റെ വിശ്വാസത്തിൽ ഒരു അണുവളവ് ഞാൻ വ്യതിചലിച്ചിട്ടില്ല. അത് സത്യമാണ്. ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ കുടുംബമോ ബന്ധുക്കളോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ എനിക്ക് ആരുമില്ല. എൻ്റെ കുടുംബവും എൻ്റെ ബന്ധുക്കളും എൻ്റെ മക്കളും മറ്റെല്ലാവരും മക്കയിലാണുള്ളത്. ഇവിടുന്ന് ഇപ്രകാരമുള്ളൊരു സൈനിക സജ്ജീകരണം നടത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ മക്കയിലുള്ള എൻ്റെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഉറപ്പാണ് അവർക്ക് അപകടം പിണയും. അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനൊരു കടുങ്കൈ ചെയ്തത്. ഒരു കത്ത് എഴുതിയിട്ട് ഒരു ദൂതിക വശം കൊടുത്തയച്ച് അതുകൊണ്ട് മാത്രമാണ്. ഇത് കേട്ട സമയത്ത് കാപട്യമല്ലേ കാണിച്ചത്, കളവല്ലേ, വഞ്ചനയല്ലേ കാണിച്ചത്, ചതിയല്ലേ ഇത്? അതുകൊണ്ട് അയാളെ ഉടനെ തന്നെ കൊല്ലണം. ഉമർ ഖത്താബ് പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, ഇയാളെ കൊല്ലാനുള്ള അവകാശം, അതിനുള്ള അനുവാദം ഇപ്പോൾ തരണം എന്ന് പറഞ്ഞു. തിരുമേനി ഉടനെ തന്നെ പ്രതികരിച്ചു, ഉമർ, ബദറിൽ പങ്കെടുത്തവർക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ടായേക്കാം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഹാത്വിബ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത്. ഈ സംഭവത്തോടനുബന്ധിച്ചിട്ടാണ് ഒരു ഖുർആൻ സൂക്തം എന്ന് അവതീകരണമായത്. സത്യവിശ്വാസികളെ, ആ സൂക്തം ഇതാണ്: സത്യവിശ്വാസികളെ,
എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രമായിട്ട് വരിക്കുകയോ അവരുടെ സൗഹൃദം പുലർത്തുകയോ ചെയ്യരുത് എന്ന സൂക്തം. മക്ക ജയിച്ചടക്കാനായിട്ട് മുസ്ലിം സേന അങ്ങനെ അവസാനം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഒരു മഹാചരിത്ര സംഭവത്തിന് ഉള്ള പുറപ്പാട്. സാക്ഷാൽ നബി തിരുമേനി മുന്നിൽ. വീണ്ടും വീണ്ടും നമ്മളെല്ലാവരും ആലോചിക്കുന്ന വിഷയം, ഒന്നുമില്ലാതെ ഒരു കൂട്ടുകാരൻ മാത്രം ചേർന്നുകൊണ്ട് ഒളിച്ചോടിപ്പോയവനാണ്. നാടും വീടെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, സ്വന്തം ബന്ധുക്കൾ നഷ്ടപ്പെട്ടു. അപമാനിതനായിട്ട് അദ്ദേഹം മദീനയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് 6-7 വർഷങ്ങൾ കഴിഞ്ഞു തിരിച്ചു വരുന്നു. മക്കയിലേക്കുള്ള തിരിച്ചുവരവാണ്, മക്കയെ സ്വന്തമാക്കാനുള്ള തിരിച്ചുവരവാണ്, മക്ക വിജയത്തിന് വേണ്ടിയുള്ള തിരിച്ചുവരവ്. മക്കയെ ജയിച്ചടക്കാനായിട്ട് ആ മുസ്ലിം സേന മദീനയിൽ നിന്ന് അവസാനം യാത്ര പുറപ്പെട്ടു. ജനങ്ങളുടെയെല്ലാം, ലോക ജനതയുടെ മൊത്തം അഭയഗേഹമായി ദൈവം നിശ്ചയിച്ച വിശുദ്ധ ദേവാലയം അത് അന്യാധീനപ്പെട്ടു പോകരുത്. വിഗ്രഹാരാധകന്മാർക്ക്, ബിംബാരാധകന്മാർക്ക്, ബഹുദേവത ആരാധകന്മാർക്ക് അവർക്ക് ആ രീതിയിൽ അന്യാധീനപ്പെട്ടു പോകരുത്. അത് വിശ്വാസികളുടെ അധീനതയിലിരിക്കണം. വിശുദ്ധ ഗേഹം വിശ്വാസികളുടെ സത്യമാർഗത്തിൽ ചരിക്കുന്നവരുടെ അധീനതയിൽ തന്നെ കുടികൊള്ളണം. ഇതായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യം. ഇതായിരുന്നു എന്നും ലക്ഷ്യം. ഹിറാ ഗുഹയിൽ കയറി ഇറങ്ങുന്നത് മുതൽക്കുള്ള ലക്ഷ്യം അതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം സഹിക്കാവുന്ന മുഴുവൻ സഹിച്ചു. ഇപ്പൊ ജീവൻ ബാക്കിയുണ്ട്, അത് അള്ളാഹുവിന്റെ കൃപ. ബാക്കിയെല്ലാം സഹിച്ചു. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്രയും. മുസ്ലിം സേനയുടെ മുന്നോട്ടുള്ള ഗമനവും അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഈ സേന, മദീനയുടെ ഈ സേന, ഈ അറേബ്യൻ ദേശം, അറേബ്യൻ ഉപദ്വീപ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിപ്പമുള്ളൊരു സേനയായിരുന്നു അത്. കാരണം അതിൽ സുലൈം, മുസൈന, ഗത്ഫാൻ തുടങ്ങിയ ഗോത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരെ മുജാഹിറുകളോടും അതുപോലെ അൻസാറുകളോടും അവർ ചേർന്ന് കഴിഞ്ഞിരുന്നു. അവരാ മരുഭൂമിയുടെ, ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ മരുഭൂമിയുടെ വിശാലതയിൽ ചേർന്നൊഴുകുകയാണ്, പരന്നൊഴുകുകയാണ്, ഒഴുകുകയാണ്, പ്രവഹിക്കുകയാണ് ആ സേന. എവിടെയെങ്കിലും തമ്പടിക്കുന്ന സമയത്ത് അവിടെ കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. എവിടെയെങ്കിലും തമ്പടിക്കുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ. ആ സമയത്ത് ആർക്കും ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ, ആ ഒരു പ്രദേശമേ ആർക്കും കാണാൻ കഴിയില്ല. അത്രയും വലിയ രീതിയിൽ പൊടിപടലങ്ങളാൽ അവിടെ മൂടിപ്പോകും. അത്രയും വമ്പിച്ച സേന, ബഹുസഹസ്രം പടയാളികൾ ഉൾക്കൊള്ളുന്ന സൈനിക വ്യൂഹം ലക്ഷ്യം വെക്കുന്ന മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേഗത്തിൽ കുതിക്കുകയാണ് അവരെ. കുതിര വയ്ക്കുന്ന 10 അടി, അവരെ മനസ്സ് വയ്ക്കുന്നത് 100 അടി. 10 അടി ഇരട്ടി, 10 ഇരട്ടി. കുതിരയേക്കാൾ വേഗത്തിൽ അവരുടെ മനസ്സും ഹൃദയവും ത്വരിതഗമനം നടത്തുകയാണ് മക്കയിലേക്ക്. അവർ മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ഗോത്രങ്ങൾ പലയിടത്തു നിന്നായിട്ട് അവർക്ക് കയ്യിൽ കിട്ടിയ ആയുധങ്ങളും പടയാളികളുമായിട്ട് ഈ മുസ്ലിം സേനയുടെ ഒപ്പം ചേർന്നുകൊണ്ടിരുന്നിരുന്നു. പോകും തോറും വലുതായി വരുന്ന സേന. ഒരു കാര്യം ഉറപ്പായി, അതിനെ എളുപ്പം ജയിക്കാൻ കഴിയും ആർക്ക്? അള്ളാഹുവിന് മാത്രം. ഈ ഭൂമിയിലുള്ള ആർക്കും ആ സേനയെ ജയിക്കാൻ കഴിയില്ല.
മറ്റൊരു ശക്തിക്കും അതിനെ അതിജയിക്കാൻ സാധ്യമല്ല എന്നുള്ള ദൃഢവിശ്വാസം ആ സേനയ്ക്കുണ്ടായിരുന്നു. ആ സേനയിലുള്ള പടയാളികൾക്കതുണ്ടായിരുന്നു. ആ വൻ സൈന്യത്തെ നയിച്ചുകൊണ്ട് പ്രവാചകൻ ഏറ്റവും പുറകിൽ അല്ല, ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മുന്നണിയിൽ പ്രവാചകൻ, മുന്നിൽ പ്രവാചകൻ. അതാണ് നേതാവ്, അതാണ് ജേതാവ്, അതാണ് രാജാവ്, അതാണ് പുണ്യാത്മാവ്. പ്രവാചകൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മനസ്സിലെ ചിന്ത, തൻ്റെ പുറകിൽ 10,000-ങ്ങളുണ്ട്, അവരെല്ലാം പടയാളികളാണ്, ധീരവീരശൂര പരാക്രമികളാണ്, അവരയിലൊക്കെ ആയുധങ്ങളുമുണ്ട്. പക്ഷേ ആ ആയുധം അവരുടെ ഉറയിൽ നിന്ന് പുറത്തെടുക്കാതെ, അല്ലാഹുവേ അതിനിടവരുത്താതെ, തൻ്റെ പടയാളികളിൽ ആരുടെയും ആയുധം പുറത്തെടുത്ത് അതിൻ്റെ പേരിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ, അതിൻ്റെ പേരിലുണ്ടാവുന്ന രക്തച്ചൊരിച്ചിൽ, ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ, അല്ലാഹുവേ എനിക്ക് വിശുദ്ധ ദേവാലയത്തിൽ പ്രവേശിക്കണം, ഞങ്ങൾക്ക് പ്രവേശിക്കണം. ആ പ്രാർത്ഥനയായിരുന്നു തിരുമേനിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്. യുദ്ധമായിരുന്നില്ല, രക്തച്ചൊരിച്ചിലായിരുന്നില്ല, ഏറ്റുമുട്ടലുകളായിരുന്നില്ല. ഇന്നതിന് കഴിയും. തന്നെ അപകടത്തിൽപ്പെടുത്തിയ തൻ്റെ ജീവിതം മുഴുവൻ ജീവിതം സമ്പൂർണമായിട്ടും പാതാളത്തിലേക്ക് ആഴ്ത്തിക്കളയാൻ ശ്രമിച്ച ഖുറൈശികൾ തൊട്ടപ്പുറത്ത്. പക്ഷെ അദ്ദേഹത്തിനകത്ത് അവരോടുള്ള പ്രതികാര ചിന്തയായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആ പക ആ ഹൃദയത്തിലുണ്ടായിരുന്നില്ല, ആ വിശുദ്ധ ഹൃദയത്തിലുണ്ടായിരുന്നില്ല. ഒരേ ഒരു ചിന്ത മാത്രം, അല്ലാഹുവേ ഒരു തുള്ളി രക്തം വീഴ്ത്താതെ എൻ്റെ പടയാളികളുടെ ഖഡ്ഗം അവിടെ തന്നെ ഇരിക്കണം, അങ്ങനെ വേണം ആ വിശുദ്ധ ദേവാലയത്തിൽ ഞങ്ങൾക്ക് പ്രവേശിക്കാൻ. അത് സംബന്ധിയായിട്ടുള്ള പ്രാർത്ഥനകളിൽ മുഴുകിയിട്ടാണ് പ്രവാചകൻ മുൻനിരയിൽ തന്നെ സേനയെ നയിച്ചുകൊണ്ട് പോയത്. സൈന്യം മക്കയിൽ എത്താറായി. മക്കയിൽ നിന്ന് 4 നാഴിക ഇപ്പുറത്ത്, 4 നാഴിക വിട്ട് അവിടെയുള്ള ദഹ്റാൻ ആ സ്ഥലത്തെത്തി. അപ്പോഴേക്ക് സൈന്യത്തിലെ സംഖ്യാബലം മദീനയിൽ നിന്ന് പുറപ്പെട്ട പോലെ ആയിരുന്നില്ല. പലരും കൂടിച്ചേർന്ന് അവസാനം ആ സംഖ്യാബലം 10,000-ആയി. 10,000-ങ്ങൾ കവിഞ്ഞു. ഖുറൈശികൾക്കാകട്ടെ ഇത്രയായിട്ട് പോലും ഇങ്ങനൊരു പടപ്പുറപ്പാടിനെ കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടിയിട്ടില്ല. അവർ ചിന്തിക്കുന്നത് മുഹമ്മദ് മദീനയിൽ നിന്ന് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെടുകയാണെങ്കിൽ എങ്ങനെ നേരിടണം, അതാണ് അവർ ചിന്തിച്ചിരുന്നത്. 4 നാഴിക അപ്പുറത്ത് 10,000 പേരുടെ സൈന്യം എത്തിക്കഴിഞ്ഞ വാർത്ത പോലും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, ചില ഊഹാപോഹങ്ങളല്ലാതെ. പ്രവാചകന്റെ പിതൃപിനായിട്ടുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നിങ്ങളൊരു കാര്യം ചെയ്തേക്കൂ, ഇവിടെയുള്ള ഖുറൈശികളൊക്കെ ഒരു കാര്യം ചെയ്തേക്കൂ, നിങ്ങളിവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചർച്ചകൾ നടത്തുക, മറ്റൊരു തമ്മിലടി നടത്തിക്കോളൂ, തർക്കങ്ങൾ മുറുകട്ടെ, ഞാൻ പോവുകയാണ്. പിതൃപിനായിട്ടുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവരെ വഴിക്ക് വിട്ടു. നിങ്ങളുടെ പാടായി. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കൂട്ടിയിട്ട് അദ്ദേഹം പ്രവാചകനെ കാണാൻ വടക്കോട്ട് തിരിച്ചു. ജുഹ്ഫയിൽ വെച്ച് അദ്ദേഹം പ്രവാചകനുമായിട്ട് സന്ധിക്കുകയും ചെയ്തു. ബനു ഹാഷിമിലെ ചില വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾക്ക് പ്രവാചകന്റെ പുറപ്പാടിനെ കുറിച്ച് സൂചന കിട്ടിയിരിക്കാൻ ഇടയുണ്ട്. ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഉപദ്രവമൊന്നും ഏൽക്കാതെ പ്രവാചകനോടൊപ്പം ചേരാൻ അവർ ആഗ്രഹിച്ചു. അബ്ബാസിന് പുറമെ മറ്റു 2 പ്രമുഖ വ്യക്തികളും പ്രവാചകന്റെ സന്നിധാനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അബൂ സൂഫിയാനും അബ്ദുള്ള ബിൻ അബൂ ഉമയ്യയുമായിരുന്നു അവർ. നിവിൽ ഉഖാബ് എന്ന സ്ഥലത്ത് വെച്ച് ഇരുവരും മുസ്ലിം സേനയുമായിട്ട് സന്ധിക്കുകയും ചെയ്തു. പ്രവാചകന്റെ സന്നിധിയിൽ ചെന്നുചേരാൻ അവര് പ്രവേശനത്തിനുള്ള അനുമതിയും തേടി.
അൽഹംദുലില്ലാ.